Hi all, welcome to LK Group of Educational Service. KTET exam Physical Science Part 1 Periodic Table and Chemical Bonding in Part 1 നമ്മൾ already complete ചെയ്തതാണ്. അതിൻ്റെ ബാക്കിയുള്ള സെക്ഷനാണ് നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ പാർട്ട് 2 എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. സോ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നേച്ചർ ഓഫ് എലമെൻ്റ് ആൻഡ് ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വാലൻസി, ദെൻ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്താണ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനുശേഷം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടു ബ്ലോക്ക് എസ് പി ഡി ആൻഡ് എഫ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് എലമെൻറ്റുകളെ നമ്മൾ ബ്ലോക്കായി തിരിക്കുന്നുണ്ട്, എസ് പി ഡി ആൻഡ് എഫ് ബ്ലോക്കുകളായി തിരിക്കുന്നു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു പാർട്ട് 2 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഓഫ് ബോ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ? നമ്മൾ എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ, അതിൻ്റെ എനർജി ലെവലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഓഫ് ബോ പ്രിൻസിപ്പിൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ടാണ്. നമുക്കറിയാം ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഓരോ ഷെല്ലിലും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിനെ നമ്മൾ കേത്ത് ഷെൽ എന്നാണ് പറയുന്നത്, സെക്കൻഡ് ഷെൽ എൽ, ദെൻ തേർഡ് ഷെൽ വരുമ്പോൾ എം ആൻഡ് ദ ഫോർത്ത് ഷെൽ എൻ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യും. അതിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആൻഡ് തേർഡ് ഷെല്ലിൽ 18 ഇലക്ട്രോൺ വരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്നും നമുക്കറിയാം. ഈ ഷെല്ലിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? സബ് ഷെൽ ഉള്ളത്. സോ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിളാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ഈ ഇമേജിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എൻ ആറ്റം ഓർ അയോൺ. ഒരു ആറ്റം അല്ലെങ്കിൽ അതിൻ്റെ അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളിനെയാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ according to of Bohr principle, electrons is filled in the orbital in the increasing order of energy level. അതായത് ഓഫ് ബോ പ്രിൻസിപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവലിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. സോ ഓഫ് ബോ പ്രിൻസിപ്പിൾസ് മീൻസ് അക്കോർഡിംഗ് ടു ഓഫ് ബോ പ്രിൻസിപ്പിൾ ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർബിറ്റൽ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ എനർജി ലെവൽ. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഇമേജിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എനർജി ലെവൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കും. 1s, അതിനുശേഷം 2s, ദെൻ 2p, 3s, 3p, 4s, ദെൻ 3d, 4p, 5s. അങ്ങനെയാണ് ആ ഒരു എനർജി ലെവലിൻ്റെ സബ്ഷെല്ലിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, ഇൻക്രീസിങ് എനർജി ലെവലിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിന് അനുസൃതമായാണ് നമ്മൾ സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നതും ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നതും. സോ നമുക്ക് ഓരോ എലമെൻറ്റുകളെ എക്സാമ്പിളായി എടുത്ത് അതൊന്ന് നോക്കാം. അതായത് ഓരോ എലമെൻറ്റുകൾക്ക് എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എന്നൊന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്കിതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാനുണ്ട്. അതിന് മുന്നേ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചാർട്ട് പറയുമ്പോൾ നമ്മൾ ഓരോ സബ് ഷെല്ലിലും എത്രത്തോളം ഇലക്ട്രോൺ വെച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതായത് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ മാക്സിമം ഹോൾഡ് ആകാൻ പറ്റുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. എസ് എന്ന് പറയുന്ന സബ് ഷെല്ലിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതേസമയം പി സബ് ഷെല്ലാണെങ്കിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ഡി ആണെങ്കിൽ 10 വരെ ഹോൾഡ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഇനി എഫ് സബ് ഷെല്ലാണെങ്കിൽ അവിടെ 14 വരെ ഇലക്ട്രോണുകളെ ആഡ് ആക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി എഫ് സബ് ഷെല്ലിനുണ്ട്. ഓക്കെ, സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചാർട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ഓരോ സബ് ഷെല്ലിലും എസ് പി ഡി എഫ് എന്ന് പറയുന്ന ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ വെച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പിൾസിന് അനുസൃതമായി ഇലക്ട്രോണുകളെ സബ് ഷെല്ലിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സൾഫറിൻ്റെ ആറ്റമിക് നമ്പർ 16 ആണ്. ആറ്റമിക് നമ്പർ 16 ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ഇൻഡിക്കേറ്റ് ആവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൾഫറിൽ 16 ഇലക്ട്രോണും 16 പ്രോട്ടോണും ഉണ്ടെന്ന് നമുക്ക് പറയാം. കാരണം ആറ്റമിക് നമ്പർ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ ഇൻ ആൻ ആറ്റം. സോ ഈ
16 ഇലക്ട്രോണുകളെയും നമുക്ക് അറേഞ്ച് ചെയ്യാനുണ്ട്. അതിനെങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് പ്രിൻസിപ്പിൾസിനനുസരിച്ച് ഏറ്റവും കുറവ് എനർജി ലെവലുള്ളത് 1s-നാണ്, അതിനുശേഷം 2s, ദെൻ 2p, ദെൻ 3s, ദെൻ 3p, അങ്ങനെയാണ് ആ ഒരു എനർജി ലെവലിൻ്റെ ഓർഡർ പോകുന്നത്. സോ അതിൽ നമുക്കറിയാം ഫസ്റ്റ് സബ്ഷെല്ലിൽ, അതായത് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളവിടെ 2 എന്ന് എഴുതി. റിമൈനിങ് ഇലക്ട്രോൺസ് നമ്മൾ അടുത്തടുത്ത് സബ്ഷെല്ലുകളിലായി ഫിൽ ചെയ്ത് പോകുന്നതാണ് ഇവിടെ കാണുന്നത്. സോ ഇപ്പോൾ ഇവിടെ ടോട്ടൽ 16 ഇലക്ട്രോൺസ് നമ്മൾ ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഫിൽ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ ആറ്റോമിക് നമ്പർ, അതിൻ്റെ എലമെൻറ്റിൻ്റെ സിമ്പൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്കറിയാം ആറ്റോമിക് നമ്പർ ഫസ്റ്റ് വരുന്ന എലമെൻ്റ് ഏതാ? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ 1s1 എന്നാണ് വരുന്നത്. 1s1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോണ് അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഹൈഡ്രജൻ ആകെ മുഴുവൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ആ ഒരു ഇലക്ട്രോണാണ് ആ എസ് സബ്ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പർ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ, ഹീലിയം എടുത്താൽ ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഇലക്ട്രോൺ. സോ ദ കോൺഫിഗറേഷൻ വിൽ ബി 1s2 ആൻഡ് ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ വിൽ ബി വാട്ട്? 2. ഓക്കെ, ദെൻ നമുക്ക് കുറച്ചുകൂടി ലിഥിയം, ബെറിലിയം, ബോറോൺ എല്ലാം ഈ ഒരു സിമിലർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ബോറോൺ ഒന്ന് നോക്കാം. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. സോ ദ കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1s2, 2s2, 2p1. സോ നമ്മൾ ആ 5 ഇലക്ട്രോൺസും അവിടെ അക്കോമഡേറ്റ് ചെയ്യിപ്പിച്ചു. അതിൽ എസ് സബ് ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോൺസേ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് അതിനെ പ്രൊവൈഡ് ചെയ്യുക. സോ 2s2, ദെൻ 2p1. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ബോറോണിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസാണ് ഉള്ളത്? 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ നമുക്ക് അവിടെ 3 ആയി വന്നത്. സോ സിമിലർ പാറ്റേൺ തന്നെയാണ് നമ്മളിപ്പോൾ കാർബൺ നോക്കിയാലും നൈട്രജനിലാണെങ്കിലും ഓക്സിജനിലും ഫ്ലൂറിനിലും നിയോണിലും എല്ലാം സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെ നിയോണിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നിയോണിൽ ആകെ മൊത്തം 10 ഇലക്ട്രോൺസ് ആണുള്ളത്. കാരണം അതിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. സോ ദ കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s2 ആൻഡ് 2p6 അല്ലേ. സോ അതിൻ്റെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയായിരിക്കും? 8 ആയിരിക്കും വരിക. അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയിരിക്കും വരിക. അതാണ് ഇവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓഫ് ബോ പ്രിൻസിപ്പിൾ അറിഞ്ഞാൽ മാത്രമേ, അതായത് ആ ഒരു ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ലെവൽ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രോപ്പറായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ സബ്ഷെല്ലിലും എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളെ ഹോൾഡ് ചെയ്യാമെന്നും, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഹോൾഡ് ചെയ്യാമെന്നും, ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ബ്ലോക്ക് ഓഫ് പീരിയോഡിക് ടേബിൾ. അതായത് എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ ബ്ലോക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിളിലേക്ക് എത്തിയതെന്നും അതിൻ്റെ ഓരോ ഡോബർണിയർ ട്രയാഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂലാൻഡ് എങ്ങനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് പ്രപ്പോസ് ചെയ്തതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആക്ച്വലി ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. എന്നിരുന്നാലും നമ്മൾ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? മെൻഡലീവിനെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് റെഫർ ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ബ്ലോക്ക് ഓഫ് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടാണ്. പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സുമാണുള്ളത്. പീരിയോഡിക് ടേബിളിൽ ബ്ലോക്കുകളുമുണ്ട്. എങ്ങനെയാണ് ബ്ലോക്കുകൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നും ആ ബ്ലോക്കുകളുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് നമുക്കിനി അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആകെ മുഴുവനുള്ള ബ്ലോക്കുകൾ എന്ന് പറയുന്നത് 4 ബ്ലോക്കുകളാണ്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഇതെങ്ങനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി എന്നെല്ലാം നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ
ബ്ലോക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കാണോ എൻ്റർ ആവുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഏത് ബ്ലോക്കിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നത്. സോ അതിനും നമ്മൾ ഓഫ് ബോ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓഫ് ബോ പ്രിൻസിപ്പിളിനെ കുറിച്ച് പഠിച്ചത്. ഓഫ് ബോ പ്രിൻസിപ്പിൾസ് അനുസൃതമായാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ അവസാനത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കാണോ എൻ്റർ ആയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു എലമെന്റ് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സോ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ എസ് സബ്ഷെൽ, അതായത് എസ് ബ്ലോക്ക് എലമെന്റിലെ അല്ലെങ്കിൽ എസ് ബ്ലോക്കിൽ വരുന്ന എല്ലാ എലമെന്റുകളും എന്തായിരിക്കും, അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലായിരിക്കും എൻ്റർ ആവുന്നത്, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലായിരിക്കും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുന്നത്. ഇപ്പോൾ പി ബ്ലോക്കിൽ എടുക്കുന്ന എല്ലാ എലമെന്റുകളെയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് പി സബ്ഷെല്ലിലേക്കായിരിക്കും. സോ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണോ എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു എലമെന്റിന്റെ ബ്ലോക്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് ആണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആൻഡ് ആൽക്കലി മെറ്റൽ ആണ്. അത് ഫ്രീ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. അതായത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി രണ്ട് ഗ്രൂപ്പുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്. ഗ്രൂപ്പ് 1 എന്ന് പറയുന്നതിന് നമ്മൾ നോർമലി അവർക്കുള്ളൊരു ജനറൽ നെയിം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ എന്നാണ്. പക്ഷേ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നതിൻ്റെ ജനറൽ നെയിം എന്താണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എസ് ബ്ലോക്കിൽ ആകെ മുഴുവൻ 14 എലമെന്റ്സ് ആണുള്ളത്. ദെൻ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ സോഫ്റ്റ് മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മെറ്റൽസ് ആണ്. അവർക്ക് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് വളരെയധികം കുറവായിട്ടുള്ള ആളുകളാണ്. ദെൻ ലോ അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈലി ഇലക്ട്രോപോസിറ്റീവ്. ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ലോ അയണൈസേഷൻ എൻതാൽപ്പി ആണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്നും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നും എല്ലാം നമ്മൾ ഇനി വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു 5 പ്രോപ്പർട്ടീസ്, 5 to 6 പ്രോപ്പർട്ടീസിൽ വരുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഇതിലേക്ക് ആഡ് ആക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ കോൺഫിഗറേഷൻ ആണ്. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ജനറൽ കോൺഫിഗറേഷൻ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ വരുന്നത് NS1 to 2 ആണ്. NS1 to 2 എന്ന് നമ്മൾ എഴുതാൻ കാരണം എന്താണ്, നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ ആകെ മുഴുവൻ എത്ര ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS1 to 2 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇവിടെ നിങ്ങൾക്ക് ആൽക്കലൈൻ മെറ്റലുകളെ കാണാം. ആൽക്കലി മെറ്റലുകളെന്നോ ആൽക്കലൈൻ മെറ്റലുകളെന്നോ നമുക്ക് വിളിക്കാവുന്ന ഗ്രൂപ്പ് 1 അതായത് എസ് ബ്ലോക്കിലെ ഗ്രൂപ്പ് 1 എലമെന്റുകളെയാണ് ഇവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻസിയം ആണ് ഗ്രൂപ്പ് 1 വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആൽക്കലി എർത്ത് മെറ്റൽ എന്ന് പറയുന്നത്. ആൽക്കലി എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബാരിയം, റേഡിയം, ഇത്രയും കാര്യങ്ങളാണ് ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ ഉൾപ്പെടുന്നത്. സോ ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 മെറ്റലുകൾ എന്താണെന്ന് ജസ്റ്റ് ഇവിടെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇതിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. വെരി റിയാക്റ്റീവ് മെറ്റൽ ആൻഡ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്, ദ ഓക്സൈഡ്സ് ആർ ബേസിക്സ്. അതായത് ഓക്സൈഡ്സ് എപ്പോഴും ബേസിക് ആയിരിക്കും. അതുപോലെ തന്നെ വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളാണ്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ദെൻ ഫോം അയോണിക് കോമ്പൗണ്ട് എക്സെപ്റ്റ് ലിഥിയം ആൻഡ് ബെറീലിയം. ലിഥിയവും ബെറീലിയവും ഒഴിച്ച് ബാക്കി എല്ലാ മെറ്റലുകളും എല്ലാ എലമെന്റുകളും, അതായത് നമ്മുടെ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന എല്ലാ എലമെന്റുകളും അയോണിക് കോമ്പൗണ്ടുകളായിരിക്കും ഫോം ചെയ്യുന്നത്. പക്ഷേ ലിഥിയം ബെറീലിയത്തെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും എന്ത് ഫോം ചെയ്യും, അയോണിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളവരാണ്. ലിഥിയം ബെറീലിയവും എന്തുകൊണ്ട് ഫോം ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അതിൻ്റെ സ്മോൾ ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ വ്യത്യാസം, അതായത് സ്മോൾ സൈസാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ most of the metal in this block impart characteristics of color to the flame. അതായത് ഈ ഒരു ബ്ലോക്കിലെ മിക്ക മെറ്റലുകൾക്കും ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ അതിൻ്റെ ഫ്ലെയിമുകളിൽ ഇമ്പാർട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. ദെൻ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റിയെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന മെറ്റലുകളാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് 1 ഷോ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് ഗ്രൂപ്പ് 2 ഷോ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗ്രൂപ്പ് 1 എല്ലാ മൂലകങ്ങളും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. അതിനോടൊപ്പം തന്നെ ഗ്രൂപ്പ് 2 കാണുന്ന എല്ലാ എലമെന്റുകളും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ
മോസ്റ്റ് ഓഫ് ദി മെറ്റൽ ഇൻ ദിസ് ബ്ലോക്ക് ഇമ്പാർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കളർ ടു ദ ഫ്ലെയിം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് കളറാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റുകളും അതിൻ്റെ ഫ്ലെയിമിൻ്റെ കളറുമാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ബെറീലിയം ആണെങ്കിൽ അതിൻ്റെ ഫ്ലെയിമിൻ്റെ കളർ വൈറ്റ് കളർ ആയിരിക്കും. മഗ്നീഷ്യം ആണെങ്കിലും വൈറ്റ് കളർ ഫ്ലെയിം ആയിരിക്കും അത് കാണിക്കുന്നത്. പക്ഷേ കാൽഷ്യം ആണെങ്കിൽ ഒരു ബ്രിക്ക് റെഡ് കളറായിരിക്കും അതിൻ്റെ ഫ്ലെയിമിനുണ്ടാവുക. ദെൻ സ്ട്രോൺഷ്യം ആണെങ്കിൽ ഒരു സ്കാർലറ്റ് കളറായിരിക്കും അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ദെൻ ബേരിയം ആണെങ്കിൽ ഒരു ആപ്പിൾ ഗ്രീൻ കളറായിരിക്കും അതിൻ്റെ ഫ്ലെയിമിനുണ്ടാവുക. സോ നമുക്കറിയാം മെറ്റലുകൾക്ക്, അതായത് എസ് ബ്ലോക്കിലുള്ള എലമെൻറ്റുകൾക്ക് ഫ്ലെയിമുകൾ അല്ലെങ്കിൽ ഫ്ലെയിം കളർഫുൾ ആയിട്ടുള്ള ഫ്ലെയിം കാണിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. സോ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബെറീലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, അതുപോലെ തന്നെ ബേരിയം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലെയിമിൻ്റെ കളറ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. Then next one, എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ റിയാക്ടിവിറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അതായത് താഴത്തേക്ക് പോകും തോറും, അതായത് ഒരു ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകും തോറും അത് കൂടുതൽ റിയാക്റ്റീവായി മാറുകയാണ്. പക്ഷേ പീരിയഡിലാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നോക്കുകയാണെങ്കിൽ അത് ലെസ് റിയാക്റ്റീവായി മാറുന്നതായി നമുക്ക് കാണാം. പിന്നെ ഗ്രൂപ്പ് 1 ഔട്ടർ ഇലക്ട്രോൺ ഒന്നേ ഉള്ളൂ. ഗ്രൂപ്പ് 2 ഔട്ടർ ഇലക്ട്രോൺ 2 ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഗ്രൂപ്പ് 1 ആളുകളെല്ലാം അല്ലെങ്കിൽ ഗ്രൂപ്പ് 1 എലമെൻറ്റുകളെല്ലാം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ്. ഗ്രൂപ്പ് 2 എലമെൻറ്റുകളെല്ലാം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇവിടെ നമ്മൾ ഇതിനെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകളെല്ലാം എന്താ പറയുന്നത് ആൽക്കലി മെറ്റൽ എന്നും, സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളെല്ലാം നമ്മൾ എന്താ പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റലുകളെന്നുമാണ്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പീരിയോഡിക് ടേബിൾ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഓഫ് ബോ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി ലെവലിൻ്റെ അടിസ്ഥാനത്തിൽ, ഇൻക്രീസിംഗ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓഫ് ബോ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതെന്നും നമ്മൾ പഠിച്ചിരുന്നു. ദെൻ നമ്മൾ പിന്നെ പഠിച്ചതാണ് ബ്ലോക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7 പീരിയഡ്സും 18 ഗ്രൂപ്പ്സും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പീരിയോഡിക് ടേബിളിലുള്ള ഒന്നാണ് ബ്ലോക്കുകൾ. അതിൽ 4 ബ്ലോക്കുകളാണുള്ളത്, എസ്, പി, ഡി ആൻഡ് എഫ്. സോ ഈ എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്കുകൾ എങ്ങനെ നമ്മൾ നിർണ്ണയിക്കും? ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണോ എൻ്റർ ആവുന്നത് ആ ഷെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു എലമെൻറ്റിൻ്റെ ബ്ലോക്ക് ഏതാണ് എന്ന് നിർണ്ണയിക്കുന്നത്. സോ ഇപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിലാണ് കയറുന്നതെങ്കിൽ അത് എസ് ബ്ലോക്ക് ആയിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ ഇപ്പോൾ ഡി സബ് ഷെല്ലിലാണ് കയറുന്നതെങ്കിൽ അത് ഡി ബ്ലോക്ക് ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക. ദെൻ നമ്മളൊരു കാര്യം കൂടി ഓഫ് ബോ പ്രിൻസിപ്പിളിൽ പറഞ്ഞിരുന്നു. ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ വെച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കുള്ളൂ. എസ് സബ് ഷെല്ലിലാണെങ്കിൽ മാക്സിമം 2, പി സബ് ഷെല്ലിലാണെങ്കിൽ മാക്സിമം 6, ഡി സബ് ഷെല്ലിലാണെങ്കിൽ മാക്സിമം 10 ആൻഡ് എഫ് സബ് ഷെല്ലിലാണെങ്കിൽ മാക്സിമം 14 ഇലക്ട്രോൺസ് ആയിരിക്കും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 to 2 ആണെന്നും അതുപോലെ തന്നെ അവർ റിയാക്റ്റീവ് ആണെന്നും നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്നും അങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഗ്രൂപ്പ് 1 അതായത് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അടങ്ങുന്നതാണ് എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഗ്രൂപ്പ് 1 എലമെൻറ്റുകൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരും ഗ്രൂപ്പ് 2 എലമെൻറ്റുകൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നവരാണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മളിനി വരും ക്ലാസ്സുകളിൽ പഠിക്കും. അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറുമാണ്. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ നിർണ്ണയിക്കുന്നത്. പീരിയഡ് നമ്പർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര ഷെല്ലുണ്ട് എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ നമ്പർ ഓഫ് ഷെല്ല് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ പീരിയഡ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ല്, അതായത് എത്ര ഷെല്ലുകളുണ്ട് ആ ഷെല്ലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പീരിയഡ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. നമുക്കിതിനെ ബേസ് ചെയ്ത് പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു ടോപ്പിക്കും ഈ ഒരു കൺസെപ്റ്റും എല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്ന സെക്ഷനിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. സോ നിങ്ങളെല്ലാവരും നന്നായി തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.